മാസപ്പടി അന്വേഷണത്തിൽ കോടതി വിലക്കില്ല. ഇ.ഡി. മിന്നലാകും. വീണയെ അടക്കം ഉടൻ ചോദ്യം ചെയ്യും. CMRLനെതിരായ മാസപ്പടി കേസിൽ അന്വേഷണം തുടരാൻ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും അനുമതി നൽകിയതോടെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ, CMRL ഉദ്യോഗസ്ഥർ എന്നിവരെ ഇ.ഡി. ഉടൻ ചോദ്യം ചെയ്യുമെന്ന് സൂചന. CMRLന് സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകാൻ തിങ്കളാഴ്ചയെ കഴിയൂ. അതുകൊണ്ട് തന്നെ വരും മണിക്കൂറുകളിൽ അപ്രതീക്ഷിത നീക്കങ്ങൾക്ക് സാധ്യതയുണ്ട്. കൊച്ചിയിലെത്തിയ ഇ.ഡി. ഡയറക്ടർ രാഹുൽ നവീൻ നേരിട്ട് കേസ് വിലയിരുത്തി. അതിവേഗ നടപടികൾക്ക് രൂപരേഖ നിശ്ചയിച്ചതായാണ് സൂചന. ഇലക്ട്രോണിക് തെളിവുകളുടെയും റെയ്ഡുകളിൽ പിടിച്ചെടുത്ത രേഖകളുടെയും പരിശോധന വേഗത്തിലാക്കി. മരവിപ്പിച്ച 19 കോടിയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നതിനുള്ള നടപടികളിലേക്കും കടന്നു. ഉദ്യോഗസ്ഥരെ തിരുവനന്തപുരത്ത് ആക്രമിച്ചതുൾപ്പെടെ ഇ.ഡിയുമായി ബന്ധപ്പെട്ട വിവിധ കോടതികളിലുള്ള കേസുകളിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തണമെന്ന് പ്രോസിക്യൂഷൻ വിഭാഗത്തിനും ഡയറക്ടർ നിർദ്ദേശം നൽകി. ചെന്നൈ സോണൽ ഓഫീസിലെ സ്പെഷ്യൽ ഡയറക്ടർ പ്രശാന്ത് കുമാർ, കൊച്ചി ഓഫീസിന്റെ ചുമതല വഹിക്കുന്ന ചെന്നൈയിലെ അഡീഷണൽ ഡയറക്ടർ അഭ്യുദയ് എ. ആനന്ദ് എന്നിവർക്ക് പുറമെ ഡൽഹി ആസ്ഥാനത്തെ പ്രോസിക്യൂഷൻ വിഭാഗത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും കടവന്ത്രയിലെ ഓഫീസിൽ നടന്ന യോഗത്തിൽ പങ്കെടുത്തു. PMLA പ്രകാരം ഇ.ഡിക്ക് സിവിൽ നടപടി തുടങ്ങുന്നതിന് ഏതെങ്കിലും അന്വേഷണ ഏജൻസിയുടെ മുൻകൂർ FIRO പരാതിയോ അനിവാര്യമില്ലെന്ന് ജസ്റ്റിസ് V. രാജവിജയരാഘവൻ, ജസ്റ്റിസ് K. V. ജയകുമാർ എന്നിവരുൾപ്പെട്ട ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. മാസപ്പടി കേസിൽ സിംഗിൾ ബെഞ്ച് നൽകിയ അന്വേഷണ അനുമതിക്കെതിരെ CMRL സമർപ്പിച്ച അപ്പീലാണ് തള്ളിയത്. അന്വേഷണത്തിന് പ്രത്യേക കുറ്റം സ്ഥാപിക്കണമെന്ന വ്യവസ്ഥ പ്രോസിക്യൂഷനുമായി ബന്ധപ്പെട്ടാണ്. നിയമത്തിലെ 5-ാം വകുപ്പ് പ്രകാരമുള്ള കണ്ടുകെട്ടൽ പോലുള്ള സിവിൽ നടപടികൾക്ക് ഈ നിബന്ധന ബാധകമല്ല. സമൻസ് അയക്കുന്ന ഘട്ടത്തിൽ ആരും പ്രതിയാകുന്നില്ല. കേസുമായി ബന്ധപ്പെട്ട ഓഫീസ് രേഖ മാത്രമാണ് ഇ.ഡിയുടെ ECIR. പോലീസിന്റെ FIRന് തുല്യമായ നിയമസാധുത ഇതിനില്ല. അതിനാൽ ECIRന് റദ്ദാക്കണമെന്ന ആവശ്യം നിലനിൽക്കില്ല.